പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈ മനോഹര പ്രഭാതം എന്നെ സംബന്ധിച്ച് വളരെ അതീവ പ്രാധാന്യമുള്ളതാണ്. 3 വർഷക്കാലം ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായി നിങ്ങളോട് ദൈവവചനം പ്രഘോഷിപ്പാൻ ഔദ്യോഗികമായി ലഭിച്ച ആ പദവിയുടെ അവസാന സന്ദേശമെന്ന നിലയിൽ നാളിതുവരെ വചന കഴിവിലൂടെ നിങ്ങൾ കാട്ടിയ സ്നേഹത്തിനും നിങ്ങളുടെ പ്രതികരണത്തിനുമൊക്കെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കേട്ട വചനം എന്നെ മനസ്സാന്തരപ്പെടുത്തട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. സാധാരണഗതിയിൽ ഞാൻ 100 വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞാൽ അതിൽ 90 വാക്കുകളും എൻ്റെ രൂപാന്തരത്തിനുള്ളതാണ് എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പ്രസംഗിച്ച വചനങ്ങൾ എന്നെയും രൂപാന്തരത്തിൻ്റെ വഴിയിലൂടെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ച് ശുശ്രൂഷ ആരംഭിക്കുവാൻ കഴിഞ്ഞു. ഞങ്ങൾ 5 പേരായി വന്നു. ഇപ്പോൾ 5 പേർക്കും ഒന്നിച്ച് ഈ അവസാന ആരാധനയിലും പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കിച്ചുവും ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ ദിവസം നമ്മുടെ വായനയ്ക്ക് അടിസ്ഥാനമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക. നമ്മേറെ ബോധ്യമില്ലാതെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്ന ആ ദൈവിക സത്ത. നാം അത് അങ്ങനെ ഒരു അവസ്ഥയിലെത്തുവാൻ കാരണം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുകയല്ല. ഇന്ന് പലരും പരിശുദ്ധാത്മാവ് കയറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതിനപ്പുറമായി ചിലരിലേക്ക് പരിശുദ്ധാത്മാവ് കയറുകയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമൂഹവും നമ്മുടെ അനുബന്ധ വിശ്വാസ സമൂഹമൊക്കെ സൃഷ്ടിച്ചതുകൊണ്ട് ജനങ്ങൾ ഒരു കൺഫ്യൂഷനിലാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവെന്നതിനെ സംബന്ധിച്ച്? ഹോളി സ്പിരിറ്റിനെ സംബന്ധിച്ചുള്ള പ്രസംഗത്തിലെ ദിവസങ്ങൾ വരുന്നു. പുതിയ അച്ഛനത് ഗൗരവമായി സംസാരിക്കും. മുൻ വർഷങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്ന ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വായനയിൽ എന്നിലേക്ക് തെളിഞ്ഞു വന്ന ഒരു ചിന്ത, ദ സീക്രട്ട് ആർട്ട് ഓഫ് വെയിറ്റിംഗ്. വിശുദ്ധ കലയാകുന്ന കാത്തിരിപ്പ്. അത് മനസ്സിലാക്കാൻ തന്നെ ഒരു അല്പം പ്രയാസമുണ്ടെന്ന് വിചാരം. കാത്തിരിപ്പ് ഒരു കലയാണ്. ആ കാത്തിരിപ്പിൻ്റെ കലയിൽ നമ്മുടെ സ്വകാര്യതയുടെ കാര്യങ്ങൾക്കപ്പുറമായി പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്ന് നമ്മെ ബോധിപ്പിക്കുകയാണ്. അതാണ് ദ സീക്രട്ട് ആർട്ട് ഓഫ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അതിനൊന്ന് പ്രാപഞ്ചികമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. മറ്റൊന്ന് വേദപുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഒരു വേദഭാഗവും ഞാൻ സൂചിപ്പിക്കാം. ഒരമ്മ തൻ്റെ ഗർഭത്തിലേക്കൊരു ശിശുവിനെ ഉരുവാകുവാൻ അതിന് സാധ്യത ഉണ്ടാകുമ്പോൾ അടുത്ത 9 മുതൽ 10 മാസം വരെയുള്ള സമയത്ത് തൻ്റെ ഗർഭത്തിലുള്ള പൈതലിനെ തൻ്റെ വാക്കുകൾ കൊണ്ടും തൻ്റെ ഇടപാട് കൊണ്ടും പരിചരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എങ്ങനെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ, എത്ര നല്ലൊരു കുട്ടിയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവോ, അതിനെ ഒരു പരിധി വരെ ദ സീക്രട്ട് ആർട്ട് ഓഫ് വെയിറ്റിംഗ് എന്ന് പറയാം. അത് പ്രാപഞ്ചികമായ ഒരു കാര്യമായി കണക്കാക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ, നമ്മുടെ ആരാധന പുസ്തകത്തിൽ നങ്ക് ഡെമിറ്റസ് എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് സാധാരണയായി നമ്മൾ മലയാളത്തിൽ ഷിമോൻ്റെ പാട്ടെന്നും നമ്മുടെ മാറ്റിൻ സർവീസിലാണ് അത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ആ ഷിമോൻ്റെ ജീവിതം
ഗൗരവമായി പഠിക്കുമ്പോൾ അതും ഈ ദ സേക്രഡ് ആർട്ട് ഓഫ് വെയിറ്റിങ്ങിന് സമാനമാണ്. കാത്തിരിപ്പ് ഞാൻ പറഞ്ഞൊരു കലയാണ്. ദീർഘകാലം തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ആ കാത്തിരിപ്പിന് ഒരർത്ഥവും ഇല്ല എങ്കിലും വീണ്ടും വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. നമ്മുടെ സമീപ ജില്ലയായ ആലപ്പുഴയിൽ രാഹുൽ എന്നൊരു പൈതൽ നഷ്ടപ്പെട്ടിട്ട് 20 വർഷത്തോടെ അടുക്കുകയാണ്. ഇപ്പോഴും പ്രതീക്ഷയോടെ ആ ഭവനം കാത്തിരിക്കുകയാണ്. നമ്മുടെ കിഴക്കൻ മേഖലയിലെ ഒരു ഇടത്ത് ജസ്ന എന്നൊരു പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ച് ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പലയിടങ്ങളിലും പ്രതീക്ഷയുടെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ നാം കാണുന്ന ശിമോനെപ്പറ്റി പലവട്ടം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഒരു കോണിൽ വന്ന് വലിയ ആത്മീയ ശക്തിയൊന്നും പ്രകടിപ്പിക്കാതെ ഇരിക്കുന്ന ശിമോൻ എന്ന മനുഷ്യൻ പലവട്ടം അതുവഴി പോയപ്പോൾ പരിശുദ്ധാത്മാവിന് സമാനമായ ആൾക്കാരുടെ ആരാധനയുടെ ശൈലിയെ കണ്ട് ഈ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്ന് ഒരുപക്ഷെ വൈദിക ഗണങ്ങൾ പോലും മഹാപുരോഹിതന്മാർ പോലും നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ സമയത്തൊക്കെ ഈ മനുഷ്യൻ ശാന്തമായി ഇരിക്കുകയാണ്. ആ ശാന്തമായിരിക്കുന്ന മനുഷ്യൻ ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുമ്പോഴാണ് താൻ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ശബ്ദത്തിന് ശബ്ദത്തിന് തുറക്കുന്നത്. അത് മറ്റാരുമല്ല, താൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇസ്രായേലിൻ്റെ രക്ഷകനായി വരുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന യേശുവിൻ്റെ സാന്നിധ്യം തൻ്റെ മാതാപിതാക്കളുമൊത്ത് ദേവാലയത്തിൽ എത്തിയ ശബ്ദം കേട്ട ശിമോൻ അതുവരെയുള്ള തൻ്റെ മൗനം ഭഞ്ജിക്കുകയാണ്. ആ മൗനഭഞ്ജനമാണ് നങ്ക് ഡെമിറ്റസ് എന്ന പേരിൽ, ശിമോൻ്റെ പാട്ടെന്ന പേരിൽ നമ്മൾ കാണുന്നത്. 2 വരികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമെന്ന് ആരംഭിക്കുന്ന ആ വലിയ പ്രഖ്യാപനം 2 വരികളിൽ ഒതുക്കുകയാണ് ദീർഘകാലത്തെ അദ്ദേഹത്തിന് ശാന്തത. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ദൈവത്തെ കണ്ടുപിട്ടാനുള്ള ഒരു ശ്രമവും ഒരു പരിശീലനവും ഉണ്ടാകണം. അത് ശാന്തതയിലാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ പരിശുദ്ധാത്മാവ് എന്നതിനെ ഏതാണ്ട് അറുകൊലെ കാണിക്കുന്ന പോലെയാണ് കാണിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അറുകൊല എന്ന വാക്ക് നിങ്ങൾക്കറിയാമല്ലോ. അറുകൊല എന്ന് പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളുന്ന എന്തോ ഒരു ഭീകരജീവിയെ പോലെയാണ് പരിശുദ്ധാത്മാവിനെ പ്രകടിപ്പിക്കുക. നമ്മുടെ ഇടങ്ങളിലൊക്കെ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ആൾക്കാരുടെയൊക്കെ ആരാധന ഇടത്തേക്ക് ചെന്നാൽ ഈ അറുകൊല പോലെ ഉറഞ്ഞു തുള്ളുന്ന, മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു രീതി കാണാം. അതിൻ്റെ അർത്ഥം ഞങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവില്ല എന്ന് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ജാതികൾക്കുള്ള ഒരു പ്രകടനമാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ചിന്ത. പരിശുദ്ധാത്മാവ് കൃത്യമായി ഇറങ്ങിച്ചെന്നയാളായി വേദപുസ്തകത്തിൽ ഞാൻ കാണുന്നത് ശിമോൻ എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്നു a deep sense of patience, വളരെ അഗാധമായ ഒരു ക്ഷമയുണ്ടായിരുന്നു. ഡീപ്പ് സെൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അഗാധമായ അവസ്ഥയുണ്ടായിരുന്നു. ബേസിക്കലി ഹി സറണ്ടേഡ് ഹിംസെൽഫ് ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന് സമർപ്പണവും ചെയ്തിരുന്നു. അത് ലോകത്തോടുള്ള ഒരു പ്രയത്നമോ പ്രകടനവുമല്ല, മറിച്ച് വളരെ ഗൗരവമായി ദൈവത്തോടിരുന്ന് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണ് എന്നറിയുന്നതിന് സമാനമാണ്. അതുകൊണ്ട് കാത്തിരിപ്പ് എന്നത്, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് നിഷ്ക്രിയമായ ഒരവസ്ഥയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിൻ്റെയും ഉദ്ദേശങ്ങളുടെയും പൂർത്തീകരണത്തിനായുള്ള സജീവമായ ഇടപെടലാണ്. അതുകൊണ്ട് ആ ശാന്തത ഒന്ന് അനുഭവിക്കുവാൻ, ഒരു പക്ഷേ നമ്മുടെ കാലത്തെപ്പറ്റി നമുക്കറിയാം. ആ കാലം എന്താണ്? അത്ഭുതപൂർവമായ വേഗതയുടെ കാലമാണ്. അതിലുപരിയായി തൽക്ഷണത്തിൽ സംതൃപ്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ലോകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാത്തിരിപ്പിൻ്റെ മനോഹാരിത ഒരു പരിധിവരെ നശിച്ചു പോകുന്നത്. കാത്തിരിപ്പിനായി നമുക്കൊരു പക്ഷേ സാധ്യമാകുന്നില്ല. നമ്മൾ കാത്തിരിപ്പ് യോഗമെന്നൊക്കെ പറയുമ്പോഴും അവിടെയും അലങ്കോലമാണ്, അവിടെയും ബഹളമാണ്.
ഇപ്പോൾ ചില സുവിശേഷകരൊക്കെ കസേരയെടുത്തെറിഞ്ഞാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. കസേരയേറിലൂടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. കർച്ചീഫിൻ്റെ കാലം കഴിഞ്ഞു, ടേപ്പ് റെക്കോർഡറിൽ കൂടെ കാലം കഴിഞ്ഞു, CD-യിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാലം കഴിഞ്ഞു, പുസ്തകത്തിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ കസേരയെടുത്തെറിയുകയാണ്, അല്ലെങ്കിൽ പിടയ്ക്കുന്നയാളിനെ പിടിച്ചു കിടത്തുമ്പോൾ കിട്ടുന്ന ഒരു അങ്ങനെയൊക്കെ പറയുമ്പോൾ ശാന്തതയിലൂടെ ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതാണ് ശിമോൻ നമുക്ക് കാട്ടിത്തരുന്നത്. ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയി. എന്നാൽ പോയ ഇടങ്ങളിലൊക്കെ ശിഷ്യന്മാരെ തമ്പുരാൻ്റെ അനുഗ്രഹ സാന്നിധ്യം തേടി ചെന്നു. എമ്മൗസിലേക്ക് പോയവർ, മത്സ്യം പിടിക്കാൻ പോയ പത്രോസ്, ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത പല സന്ദർഭങ്ങളിലേക്കും പോയ സമയത്ത് ഇവരെയെല്ലാം മടക്കിക്കൊണ്ടുവന്നു. പിന്നീടുള്ള സംഭവം നമുക്കറിയാം. അവർ മാളിക മുറിയിൽ കാത്തിരിക്കുകയാണ്. അനന്തമായ കാത്തിരിപ്പാണ്. എപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടാകുമെന്നും ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നറിയാതെ അനന്തമായി മാളിക മുറിയിൽ അവർ കാത്തിരിക്കുമ്പോഴാണ് ആ കാത്തിരിപ്പ് പെന്തക്കോസ്ത് നാൾ വരെ നീണ്ടു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടോട് പറയട്ടെ, പെന്തക്കോസ്ത് സഭയും പെന്തക്കോസ്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ. ഏതെങ്കിലും കലക്കവെള്ളത്തിൽ പോയി മുങ്ങിയെങ്കിൽ വൃഥാ മുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. വൃഥാ മുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. പെന്തക്കോസ്ത് എക്സ്പീരിയൻസും പെന്തക്കോസ്ത് സഭയുമായി കടലും കടലാടിയും പോലെയാണ്. അവിടെ യേശുവിൻ്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസമല്ല എന്നോർക്കണം. ശാന്തമായി വന്നിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലുള്ള വളരെ അവഗാഢമായ ആരാധനയിലൂടത്തേക്ക് ഇറങ്ങി ഓരോ ആരാധനയുടെ വരികൾക്കിടയിലൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്ന ദൈവകൃപയുടെ നിമിഷമാണ്. അതുകൊണ്ട് മാളിക മുറിയിൽ കൂടിയപ്പോൾ, അടച്ചിട്ട മുറിയിൽ കൂടിയപ്പോൾ ഈ കാത്തിരിപ്പിന് എന്ന ഒരു വിരാമമുണ്ടാകുമെന്ന് ശിഷ്യന്മാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അവരിലേക്ക് ഒരു കൃപ പകർന്നു. എപ്പോഴാണെന്നറിയാമോ? അവർക്ക് പരസ്പരം തിരിച്ചറിയാനും അവരുടെ സ്നേഹം പങ്കുവെക്കുവാനും എല്ലാം പൊതുവകയെന്നെണ്ണുവാനുമുള്ള മനസാന്നിധ്യത്തിലേക്ക് ശിഷ്യന്മാരടുത്തു വരികയും അതിലുപരിയായി വഴിയാത്രയിൽ സംഭവിച്ച് നമുക്കറിയാം. തിരുവെഴുത്തുകൾ മനസ്സിലാക്കുവാൻ മനസ്സ് തുറന്നതും മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞതിനെ തിരിച്ചറിഞ്ഞപ്പോഴും ആണ് ഇവർക്ക് മടങ്ങുവാൻ ദൈവത്തിന് മനസ്സ് കൊടുത്തതും അവൻ്റെ മഹത്വമേറിയ വേലയ്ക്കായി അവരൊരുക്കപ്പെട്ടതും. അങ്ങനെ പലയിടങ്ങളിലും സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത പലയിടങ്ങളിലും ഇടപാടുകൾ സജീവമായി. അതിലൂടെയാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും അത് വെറും യാദൃച്ഛിക സംഭവങ്ങളല്ല എന്നും മരിച്ച് മാനവരാശിയുടെ വീണ്ടെടുപ്പിനായുള്ള വിളംബരമാണ് എന്ന ബോധ്യത്തിലേക്കും ശിഷ്യന്മാർ നടന്നെടുക്കുന്നത്. അതിലെല്ലാവരും ഒത്തുചേർന്നപ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായി. ഞാനതിൻ്റെ മറ്റ് പ്രായോഗിക തലങ്ങളിലൊന്നും പറയാൻ അവസരം ഇപ്പോൾ കണ്ടെത്തുന്നില്ല. കാരണം ഇന്നത്തെ സമയം പരിമിതമാണ്, ഈ വേദിയും അതിനുള്ളതല്ല എന്ന് എനിക്കറിയാം. ഒന്നും എനിക്ക് നന്നായിട്ടറിയാം. ലോകത്തിൻ്റെ പല ഭാഗത്തായി കാത്തിരിക്കാതെ കടന്നുപോയവർ തിരികെ വന്ന് മാളിക മുറിയിലിരുന്ന് അത് പ്രാപിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ 300 മൈൽ പോകാൻ കഴിയാത്തവൻ 3000 മൈൽ പോയതാണ് ഏറെ സന്തോഷം. അതിലുപരിയായി ജെറുസലേം എന്ന തിരുവീതിയിൽ നിന്നും ജെറുസലേമിൻ്റെ മണ്ണിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് സുവിശേഷവുമായി പോയതാണ് ഈ കാത്തിരിപ്പിലൂടെ അവർ നേടിയെടുത്തത്. അതിൻ്റെ ഫലമാണല്ലോ 206 വർഷം മുമ്പ് ഈ മണ്ണിലേക്കും തോമസ് നോർട്ടൺ എന്ന മനുഷ്യൻ കടന്നു വന്നത്. അവരെല്ലാം വംശീകരിച്ച അവർ കാത്തിരിപ്പിലൂടെ ആവാഹിച്ചെടുത്ത ഒരു വലിയ ദൈവശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിനുള്ള കാത്തിരിപ്പിൽ അവർ സമ്പൂർണ്ണമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സമ്പൂർണ്ണതയിൽ നമുക്കും യാത്ര ചെയ്യേണ്ടതായിട്ട്. അതുകൊണ്ട് നമ്മളുടെ ഓരോ ആരാധനയും ശിമോനെ പോലെ ഒരു കാത്തിരിപ്പായിരിക്കണം. അവിടെ താഴെ ഇരിക്കുന്നയാൾ തുള്ളിത്തുള്ളി മുമ്പിൽ വരണമെന്നോ, മുമ്പിലിരിക്കുന്നയാൾ തുള്ളിത്തുള്ളി പുറകെ പോകണമെന്നോ, അല്ലെങ്കിൽ ഇടത്തിരിക്കുന്നയാൾ തുള്ളി അപ്പുറത്ത് കയറ്റി പോകണമെന്നോ, അവിടെയുള്ള ആൾ ഇപ്പുറത്ത് പോകണമെന്നോ, ആരാധന കഴിയുമ്പോൾ 10 ബോധമില്ലാതെ കിടക്കണമെന്നോ എന്നതല്ല പരിശുദ്ധാത്മാവെന്ന് ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. കൃപ എന്നാൽ എൻ്റെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ്, എൻ്റെ അകത്തുള്ളവൻ്റെ പുതുക്കം, ശാന്തമായി ദൈവത്തോട് സംവേദിക്കാൻ,
ദൈവത്തോട് ഇടപെടുവാൻ, ആ വലിയ ശാന്തത ലഭിക്കുന്ന നന്മയ്ക്കായി സജ്ജമാകാൻ കഴിയണമെന്നാണ് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ആ കാത്തിരിപ്പിലൂടെ മാളിക മുറിയിലും തുടർന്ന് ലഭ്യമായപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കി, ലോകത്തിൻ്റെ എല്ലാ അറ്റത്തേക്കും ഈ സുവിശേഷവുമായി പോകണം. അതാണ് ഇന്ന് ലോകത്തെല്ലായിട്ടുള്ള സഭയ്ക്ക് അനുഗ്രഹമായി ഭവിച്ചത് എന്ന് മനസ്സിലാക്കുക. സൂചിപ്പിക്കാനാക്കിയത് മറ്റൊരു ഗ്രാഹ്യം ഇന്ന് യെശയ്യാ പ്രവാചക പുസ്തകവുമായി ബന്ധപ്പെടുത്തിയാണ്. എന്താണ് ഇവരുടെ മടങ്ങി വരവിൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള അവരുടെ ആർജവുമായി തീർന്നത്? സൂചിപ്പിച്ചല്ലോ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായമാണ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടച്ചു വെക്കപ്പെട്ട കണ്ണു തുറക്കുന്നു, മോശയെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും സങ്കീർത്തന പുസ്തകങ്ങളും എഴുതപ്പെട്ടതൊക്കെ വെളിവാക്കപ്പെടുന്നു. ആ രാത്രിയിൽ തന്നെ, ആ നിമിഷം തന്നെ അവർ മടങ്ങിപ്പോകുന്നു. ആ മടങ്ങിപ്പോക്ക് പോലെ പോയവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാനതകളില്ലാത്ത മഹത്വം മനസ്സിലാക്കി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സമാനതകളില്ലാത്ത മഹത്വം, അതാണ് യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ മനസ്സിലാക്കുന്നത്. മാളികമുറിയിൽ ഒരുക്കത്തോടെ കാത്തിരുന്നവർ അവർ മനസ്സിലാക്കിയത് കർത്താവിൻ്റെ ക്രൂശാരോഹണവും പുനരുത്ഥാനവും അതിലൊക്കെ ഉപരിയായി they could rate the incomparable greatness of a God. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കൃത്യമായ വിലയിരുത്തൽ നടത്തുവാൻ കഴിഞ്ഞു. വളരെ ആലങ്കാരികമായൊരു പ്രയോഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-25 കാണുന്നുണ്ട്. എന്താണത്? ആകയാൽ നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും? പ്രവാചകൻ്റെ ഒരു ചോദ്യമാണ്, അലങ്കാരികമാണ് ചോദ്യം. നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും? അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അവൻ്റെ അനന്തമായ സ്വഭാവവും മനസ്സിലാക്കിയാൽ, അത് മനസ്സിലാക്കാൻ നമ്മുടെ പരിമിതമായ മനസ്സിന് വലിയ കഴിവൊന്നുമില്ല. ഇറ്റ്സ് പ്യോർലി പേഴ്സണൽ. ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായി അറിഞ്ഞിരിക്കുന്നു. സൗഖ്യത്തിൻ്റെ രൂപത്തിലാകാം, പരിമിതികളുടെ ലോകത്തിലെ പരിചരണത്തിലൂടെയാകാം, ജീവിതത്തിൽ ലഭ്യമാക്കിയ നന്മകളിലൂടെയാകാം, അനന്തമായ കൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ആഴമേറിയ ബോധ്യത്തിലൂടെയാകാം. അവൻ താരതമ്യത്തിന് അതീതനാണ്. നാം വിശ്വസിക്കുന്ന ദൈവം താരതമ്യത്തിന് അതീതനാണ്. യെശയ്യാവ് ചോദിക്കുന്നു, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും? ബ്ലൈസ് പാസ്കൽ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്, ഫ്രാൻസിലെ ഒരു കണക്ക് വിദ്വാനാണ്. അദ്ദേഹത്തിൻ്റെ അധികം താമസിയാതെ കുറേ നാൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരാശയം ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ഹൃദയം നിറയ്ക്കാൻ കഴിയുന്ന ഒരു നിർമ്മിത ബുദ്ധിയും നാം ഒരിക്കലും കണ്ടെത്തുകയില്ല, കാരണം ദൈവം മാത്രമാണ് വലിയവൻ. ആൻഡ് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: വി ഷൽ നെവർ ഫൈൻഡ് എനി ക്രിയേറ്റഡ് ഇൻ്റലിജൻസ് വിച്ച് ക്യാൻ ഫിൽ ദ ഹാർട്ട് ഓഫ് മാൻ. ഗോഡ് അലോൺ ഈസ് ഗ്രേറ്റ്. മനുഷ്യൻ്റെ ഹൃദയം നിറയ്ക്കാൻ കഴിയുന്ന ഒരു നിർമ്മിത ബുദ്ധിയും നാം ഒരിക്കലും കണ്ടെത്തുകയില്ല, ദൈവം മാത്രമാണ് വലിയവൻ. ഇത് ബ്ലൈസ് പാസ്കൽ എന്ന ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ്റെ ബൗദ്ധികമായ പഠനത്തിനപ്പുറം ആത്മീകമായ ബോധ്യത്തിൽ നിന്നുള്ള വലിയ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് മാളികമുറിയിലേക്കൊന്ന് ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വി ആർ എക്സ്പെക്റ്റഡ് ടു റേറ്റ് ദ ഇൻകംപയറബിൾ ഗ്രേറ്റ്നെസ് ഓഫ് എ ഗോഡ്. നമ്മുടെ ദൈവത്തിൻ്റെ മനുഷ്യാതീത അല്ലെങ്കിൽ കമ്പാരിസന് വിധേയമല്ലാത്ത, അതിന് സാധ്യമല്ലാത്ത അതിനെ ഓർക്കണമെന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ പറയുന്നു, നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തണം. റൈസ് യുവർ ഐസ് ഓൺ ഗോഡ്. നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തണം. അവിടെ ചോദ്യമുണ്ട്, ഹു ക്രിയേറ്റഡ് ദീസ്? ഇവയെ സൃഷ്ടിച്ചത് ആരാണ്? നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റും ധാരാളം എന്താ പറയുക, കുറേ ലതാദികളൊക്കെ ഉണ്ട്. സ്പേസിൽ പോയ സാങ്കേതികത്വത്തിന് ഒരു പുൽക്കുടിയെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സത്യമല്ലേ? ഇന്നുണ്ടാക്കുന്ന പലതും നമുക്ക്, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്കറിയാവുന്ന ഫലവൃക്ഷങ്ങൾക്ക് 300 ഇരട്ടി ഫലവൃക്ഷങ്ങൾ കുറഞ്ഞ പക്ഷം സമൂഹ മാധ്യമങ്ങളിൽ കാണാനും കുറച്ചൊക്കെ കഴിക്കാനും അവസരമൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് ഓർക്കണം, ഇതെല്ലാം ഉളവാക്കപ്പെട്ടത് ഒന്നുകിൽ അടിസ്ഥാനപരമായുള്ള ഒരു ചെടിയിൽ നിന്നുള്ള സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട്, അല്ലാതെ മണ്ണിൽ നിന്നും ഒരു പുതിയതൊന്നിനെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തണം. ഇവയെ സൃഷ്ടിച്ചതാരാണ്? സെയിൻറ്റ് ബേസിൽ എന്ന വിശുദ്ധനായ സ്വാത്വികൻ്റെ ഒരു വാചകമുണ്ട്: എവറി ഡിവൈൻ ആക്ഷൻ ബിഗിൻസ് ഫ്രം ദ ഫാദർ, പ്രൊസീഡ്സ് ത്രൂ ദ സൺ
and is completed in the Holy Spirit. നമ്മുടെ എല്ലാ ദൈവിക പ്രവർത്തനങ്ങളും പിതാവിൽ ആരംഭിച്ച് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലാണ് അത് അവസാനിക്കുന്നത്. സൃഷ്ടിയിലും അതുണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കുക, റൈസ് യുവർ ഐസ് ഓൺ ഗോഡ് ആൻഡ് സീ ഹൂ ഗോഡ് ഈസ്. ആര് ദൈവമാണെന്ന് അറിയണം. എങ്കിലേ മാളികമുറിയിലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിലേക്കുണ്ടാകുകയുള്ളൂ. മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, ഈവൻ യൂത്ത് ഷൽ ഫെയിൻറ്റ് ആൻഡ് ബി വെറി. യുവാക്കൾ അടിപതറി വീഴും, യുവാക്കൾ പതറി വീഴും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. റിയലൈസ് ദാറ്റ് ഹി ഗിവ്സ് പവർ ടു ദ വീക്ക്. ബലഹീനനായവന് അവൻ ശക്തി തരുന്നു എന്നുള്ള ഓർമ്മയോടുകൂടി വേണം നാം ദേവാലയത്തിലിരുന്നും സ്വകാര്യ ജീവിതത്തിലും ഒരു പക്ഷേ ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുവാനും. ഇവിടെ പറയുന്നു, അതികായന്മാർ അടിപതറി വീഴും. വലിയ ശക്തിയുള്ളവർ അടിപതറി വീഴും. എന്നാൽ ദൈവത്തെ കാക്കുന്നവർ, ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഞാൻ സൂചിപ്പിച്ചതുപോലെ വെയിറ്റിംഗ് ഈസ് നോട്ട് പാസീവ്. കാത്തിരിപ്പ് നിഷ്ക്രിയമല്ല. ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് ട്രസ്റ്റ് ആൻഡ് ആൻറ്റിസിപ്പേഷൻ. വളരെ ഗൗരവമായ അല്ലെങ്കിൽ വളരെ സജീവമായ അത്തരമൊരു കാര്യമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ആരാധനകളെല്ലാം, ആരാധന ഇടങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ശാന്തതയോടിരിക്കുന്ന ഇടങ്ങളാകണം. ഞാൻ ഇവിടുന്ന് പോകുന്ന ആഴ്ച മുതൽ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, ദയവുണ്ടായി ദേവാലയത്തിൽ വന്ന് സംസാരിക്കരുത്. ആദ്യ ആരാധന ഞാൻ പറഞ്ഞ കാര്യം പറയട്ടെ. വെൻ യു ആർ ഇൻ ദ ചർച്ച് യു ടോക്ക് ടു ഗോഡ്. വെൻ യു ഗോ ഔട്ട് ഓഫ് ദ ചർച്ച് യു ടോക്ക് ടു പീപ്പിൾ. ദേവാലയത്തിനകത്തിരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കണം. പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ ബുദ്ധി വെളിവാകത്തക്ക വിധം നിങ്ങൾ ജനത്തോട് സംസാരിക്കണം. വളരെ ദയനീയമാണ് പല പള്ളികളിലും ഇരിക്കുന്ന ആരാധകർക്ക് ആരാധിക്കാൻ കഴിയാത്ത സംസാരം. എന്താ ഇത്രയും സംസാരിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ദേവാലയത്തിലിരിക്കുമ്പോൾ ദൈവത്തോട് സംവേദിക്കേണ്ട സമയത്ത് ജനത്തോട് സംവേദിക്കുകയും പുറത്തിറങ്ങി ജനത്തോട് സംവേദിക്കേണ്ട സമയത്ത് ആരോടോ സംസാരിക്കുകയും ചെയ്യുന്ന ആ പ്രവണത മാറ്റിയിട്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, മേക്ക് ഷുവർ ദാറ്റ് വെൻ യു ആർ ദ ചർച്ച് യു ടോക്കിംഗ് ടു ഗോഡ് ആൻഡ് വെൻ യു ഗോഡ് ഓഫ് ദ ചർച്ച് യു ആർ ടോക്കിംഗ് ടു പീപ്പിൾ. ദൈവത്തോട് സംവേദിക്കുന്നു എന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് വളരെ അചഞ്ചലമായ വിശ്വാസത്തോടെയും ആകാംക്ഷയോടെയും നമുക്ക് പരിശുദ്ധനായി പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാം. അവിടുത്തെ ഒരു കാര്യം കൂടെ പറയുന്നു, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വയത്തിൽ ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്ന യുവത വീണുപോകും. ശക്തിയിൽ ആഗ്രഹിക്കുന്ന യുവത എന്ന് പറയപ്പെടുന്നത് അവിടെ എഴുതിയേക്കുന്ന വാക്ക്, ഉപയോഗിക്കുന്ന യൂത്ത് വിയറി എന്ന വാക്കാണ്. തളർന്നു പോകുമെന്നാണ്. ആ തളർച്ച എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിയറി എന്ന വാക്കിൻ്റെ അർത്ഥം എനർവേഷൻ ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് ലൈഫ്. ജീവിത കാഠിന്യം നിമിത്തം ക്ഷീണിച്ചു പോകുമെന്നാണ്. യുവാക്കൾ ജീവിത സാഹചര്യം മൂലം ക്ഷീണിച്ചു പോകാം. പക്ഷെ യഹോവ നമ്മിലുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ അവൻ ശക്തിയെ പുതുക്കുമെന്നാണ് പറയുക. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് ഞാൻ യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ പറയാൻ ആഗ്രഹിച്ചത്. മാളികമുറിയിലേക്ക് വന്ന ശിഷ്യന്മാർ, അവർ സ്വാംശീകരിച്ചെടുത്ത ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മ കൃപയാൽ പോകാൻ സ്വാംശീകരിച്ചെടുത്തതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യെശയ്യാവ് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും അത് കാണുവാനും അവങ്കിലേക്ക് കണ്ണുയർത്തുവാനും ബലവാന്മാർ ഇടറി വീഴുമ്പോഴും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കുമെന്നുള്ള ബോധ്യം നമുക്ക് നൽകുന്ന ഒരു വചനം യെശയ്യാവ് നൽകുന്നത്. അതുകൊണ്ട് ആ ഒരു ശക്തിയിലൂടെ മുന്നോട്ട് പോകുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വില്യം ഹെൻറി എന്ന മനുഷ്യൻ എഴുതിയ പാട്ടാണ് മീക്ലി വെയിറ്റ് ആൻഡ് മർമർ നോട്ട്. മീക്ലി വെയിറ്റ് ആൻഡ് മർമർ നോട്ട്. അതിൻ്റെ അർത്ഥം ബി പേഷ്യൻ്റ് എന്നാണ്. മീക്ലി വെയിറ്റ് ആൻഡ് മർമർ നോട്ട്, അതായത് ശാന്തതയോടെ കാത്തിരിക്കുക, പിറുപിറുക്കരുത്. അതിന് ഇംഗ്ലീഷ് അർത്ഥം ബി പേഷ്യൻ, അല്ലെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുക, ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഓ ട്രബിൾ ഹാർട്ട്, ദർ ഇസ് എ ഹോം ബിയോണ്ട് ദ റീച്ച് ഓഫ് ടോയിൽ ആൻഡ് കെയർ, എ ഹോം വെയർ ചേഞ്ചസ് നെവർ കം, ഹൂ വുഡ് നോട്ട് ഫെയിൻ ബി റെസ്റ്റിംഗ് ദെയർ, വെയിറ്റ് മീക്ലി വെയിറ്റ് ആൻഡ് മർമർ നോട്ട്. അതായത് വളരെ ശാന്തമായി കാത്തിരിക്കണം, പിറുപിറുക്കരുത്. പിറുപിറുക്കാതെ കാത്തിരിക്കുന്നവർക്ക് ശിമോന് ലഭ്യമായതുപോലുള്ള ദൈവസാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ വില്യം ഹെൻറിയുടെ പാട്ടാണ്
നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കീർത്തന പുസ്തകത്തിലായി നമ്മൾ പാടുന്ന അതിൻ്റെ ടൈറ്റിൽ ഇംഗ്ലീഷിൽ അവിടെ വേറെയാണെങ്കിലും ആ പാട്ടാണ് എന്നാത്മാവെ നീ ദുഃഖത്തിലെന്നായി 210 ഗീതമായി കീർത്തനമായി ചേർത്തിരിക്കുന്നത്. നമ്മതിൻ്റെ ആദ്യത്തെയും ഒന്നാമത്തെയും അവസാനത്തെയും ചരണം പാടാം. അവസാനത്തെ ചരണം പറയുന്നത് വീണിടും നല്ല വീരന്മാർ യുവാക്കളും വിലപിക്കും കർത്താവെ കാത്തിടുന്നവർ തൻ ശക്തിയെ പുതുക്കുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്യം ഹെൻറി ഈ പാട്ട് ചമച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു വെയിറ്റ് മീക്ലി ആൻഡ് വെയിറ്റ് മർമർ നോട്ട് ബി പേഷ്യൻറ്റ്. നമുക്ക് ആ പാട്ട് ചേർന്ന് പാടാം. ആത്മാവേ നീ ദുഃഖത്തിൽ വേഷാദിക്കുന്നതെന്തിനായി വന്നീടും വീണ്ടെടുപ്പിന്നാൾ കാത്തിടുക കർത്താവിനായി നീ കാത്തിരിക്ക കർത്താവിനായി നീ കാത്തിരിക്ക കർത്താവിനായി നിൻ സ്നേഹപ്രയത്നമെല്ലാം വൃഥാവിൽ എന്നു തോന്നിയാൽ നീ ഓർത്തുകൊള്ളൻ വാഗ്ദത്തം കണ്ടീടും നീയും കൊയ്ത്തിന്നാൻ നീ കാത്തിരിക്ക കർത്താവിനായി നീ കർത്താവിനായി വീണിടും നല്ല വീരന്മാർ യുവാക്കളും വിലപിക്കും കർത്താവ് കാത്തിടുന്നവർ താനേറ്റ ശക്തി പ്രാപിക്കൂ നീ കാത്തിരിക്ക കർത്താവിനായി. പരിശുദ്ധനായ കർത്താവേ, പരിശുദ്ധാത്മാവിനായി കാത്തിരിപ്പാൻ പുത്രനിലൂടെ സ്വാതന്ത്ര്യം നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മഹത്വത്തെ തിരിച്ചറിയുവാനും ഞങ്ങളുടെ കണ്ണ് ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനും യുവാക്കൾ വീഴുന്ന ഇടത്ത് യഹോവ ഭക്തിയിൽ ശക്തിയെ പുതുക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ലോകത്തിൻ്റെ ഇടങ്ങളിലേക്ക് പോയി ദൈവകൃപയിൽ അനേകരെ ദൈവാത്മ ശക്തിയിൽ ബലപ്പെടുത്തുവാനും തീയുടെയും വെള്ളത്തിൻ്റെയും അനുഭവത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ അങ്ങ് നിക്ഷേപിക്കത്തക്ക വിധം ശീമോനെ പോലെ ഒരു കാത്തിരിപ്പിൻ്റെ വിശുദ്ധ കലയ്ക്കായി ഞങ്ങളെ ഒരുക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ശാന്തത ഞങ്ങൾ നിക്ഷേപിക്കണം. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണമേ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വം സദാകാലം ഉണ്ടായിരിക്കും.